നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ മിഷ. ഞാൻ കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ സർജറി വിഭാഗം പ്രൊഫസറാണ്. ഇന്ന് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം നമ്മുടെ രാജ്യത്തും അതുപോലെ ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും സ്ത്രീകളിൽ ഏറ്റവും അധികം കാണുന്ന ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറാണ്. മാത്രമല്ല ക്യാൻസർ റിലേറ്റഡ് ഡെത്ത്, ക്യാൻസർ മൂലമുള്ള മരണവും കൂടുതൽ സംഭവിക്കുന്നതും ബ്രസ്റ്റ് ക്യാൻസർ കൊണ്ടാണ്. പുറം രാജ്യങ്ങളിൽ, അതായത് പാശ്ചാത്യ രാജ്യങ്ങളിൽ കൂടുതലും 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാരിലാണ് ബ്രസ്റ്റ് ക്യാൻസർ അധികമായി കാണുന്നത്. പക്ഷേ ICMR പഠനങ്ങൾ പ്രകാരം നമ്മുടെ നാട്ടിൽ യങ്ങർ ഏജ് ഗ്രൂപ്പ്, അതായത് 45 മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ പീക്ക് ഇൻസിഡൻസ്, അതായത് ഏറ്റവും കൂടുതൽ യങ്ങർ ഏജ് ഗ്രൂപ്പിൽ കാണുന്നു. മോർ ദാൻ ഈ വെസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് യങ്ങർ ഏജ് ഗ്രൂപ്പിലും കുറച്ച് കൂടുതൽ അഗ്രസീവായിട്ടുള്ള ട്യൂമേഴ്സുമാണ് നമ്മുടെ നാട്ടിൽ അധികം കാണുന്നത്. ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ ബ്രസ്റ്റ് ക്യാൻസർ ഇൻസിഡൻസ്, ബ്രസ്റ്റ് ക്യാൻസർ വൺ ഓഫ് ദി ലീഡിങ് സ്റ്റേറ്റ്സ് ആണ് നമ്മുടെ നാട് കേരളം. അതുകൊണ്ട് ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിച്ചാൽ എങ്ങനെ മുന്നോട്ട് പോകണം, ഇതിനെക്കുറിച്ചുള്ളൊക്കെ ഒരു അവബോധം എല്ലാവരിലും പൊതുവായി ഉണ്ടായിരിക്കേണ്ടത് നല്ലതാണ്. നമുക്ക് ആദ്യം ബ്രസ്റ്റ് ക്യാൻസർ എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്നതിനെക്കുറിച്ച് നോക്കാം. കൂടുതലും ബ്രസ്റ്റ് ക്യാൻസർ പ്രസൻറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ വേദനയില്ലാത്ത കട്ടി, കല്ലിപ്പ്, മുഴ, ഇങ്ങനെയാണ് ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലും പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിൽ വേദന സാധാരണഗതിയിൽ റെയറാണ്, പക്ഷേ വളരെ റെയറായിട്ട് മേ ബി ഒരു 5% ആൾക്കാർക്ക് കുറച്ച് ബ്രസ്റ്റ് പെയിനും കൂടുതലുണ്ടാവാം. പിന്നെ ഡിസ്ചാർജ് വരാം, ബ്രസ്റ്റിൽ നിന്ന് ഡിസ്ചാർജ്, അതായത് പച്ചവെള്ളം പോലെ നീര് പോലെ തെളിഞ്ഞ ഡിസ്ചാർജ്, അതല്ലെങ്കിൽ യെല്ലോയിഷ് കളറിൽ ഓർ ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ട് ഒരു പിങ്ക് കളറിലുള്ള ഡിസ്ചാർജ്. ഇതൊക്കെയാണ് കൂടുതലും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായിട്ട് ആൾക്കാർ നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആകുമ്പോഴത്തേക്ക് ബ്രസ്റ്റിൻ്റെ ഷേപ്പ് മാറുക, മുഴ പുറമേന്ന് വിസിബിൾ ആവുക, പുറമേന്ന് കാണാൻ പറ്റുക, ബ്രസ്റ്റ് ഉള്ളിലേക്ക് വലിയുക, നിപ്പിൾ ഉള്ളിലേക്ക് വലിയുക, ചിലപ്പോൾ കക്ഷത്തിൽ മുഴ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലും പ്രസൻറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ബ്രസ്റ്റ് ക്യാൻസർ ബ്രസ്റ്റിലൊരു കല്ലിപ്പ് വരുമ്പോൾ ഓൾറെഡി അതിലൊരു മിനിമം ഒരു 2-3 സൈസെങ്കിലും സെൻറ്റിമീറ്റർ സൈസെങ്കിലും മുഴയ്ക്ക് നമ്മുടെ കയ്യിൽ ഫീൽ ചെയ്യണമെങ്കിൽ മിനിമം ഒരു 2 സെൻറ്റിമീറ്റർ എങ്കിലും വലിപ്പം ഉണ്ടാവണം. പക്ഷേ ഈ 2 സെൻറ്റിമീറ്റർ ആവുന്നതിന് മുന്നേ തന്നെ ഏർലി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഔട്ട്കം ഓർ ചികിത്സ കൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ സുഖപ്പെടുത്തുന്ന ഒരു ശതമാനം ഓർ പെർസെൻറ്റേജ് വിൽ ബി ബെറ്റർ. സോ ഏർലി ഡിറ്റക്ഷനാണ് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ റിലേറ്റഡ് മോർട്ടാലിറ്റിയും ക്യാൻസറിൻ്റെ ഔട്ട്കമും സർവൈവലും കൂടുതലാക്കാൻ നല്ലത് ഏർലി ഡിറ്റക്ഷൻ വേണം. അതായത് കയ്യിലൊക്കെ തടയുന്നതിന് മുന്നേ തന്നെ ചെറിയ സ്റ്റേജ് 1 അല്ലെങ്കിൽ 1-2 മില്ലിമീറ്റർ വലുപ്പത്തിലൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ ഏകദേശം നമുക്ക് 99 to 100% വരെ ക്യൂർ ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ഏർലി ഡിറ്റക്ഷൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റേജ് 1 നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ അറൗണ്ട് 98 to 100% വരെ ക്യൂർ ചെയ്യാം. സ്റ്റേജ് 2 ആകുമ്പോഴത്തേക്ക് ക്യൂർ റേറ്റ് 90% കുറയും. സ്റ്റേജ് 3 ആകുമ്പോൾ അത് 70%, സ്റ്റേജ് 4 ആകുമ്പോൾ 30 മുതൽ 40% ക്യൂർ റേറ്റ് കുറയും. സോ ഏർലി ഡിറ്റക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ആർക്കൊക്കെയാണ് ബ്രസ്റ്റ് ക്യാൻസർ വരാൻ സാധ്യത കൂടുതൽ, അതായത് ഹൈ റിസ്ക് ആയിട്ടുള്ള വിമൻ ആരൊക്കെയാണ്? ബീയിങ് എ വുമൻ, അതായത് സ്ത്രീ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ദർ ഇസ് എ ലൈഫ് ടൈം ആവറേജ് റിസ്ക് എല്ലാ സ്ത്രീകൾക്കും ഉണ്ട്. ആവറേജ് റിസ്ക് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 15 to 20% റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ബ്രസ്റ്റ് ക്യാൻസർ ഡ്യൂറിങ് ദ ഹോൾ ലൈഫ് സ്പാൻ എല്ലാ സ്ത്രീകളിലും ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് എൻ ആവറേജ് റിസ്ക്. പക്ഷേ ചിലർക്ക് ഈ റിസ്ക് ഒരു 20% കൂടുതൽ, നമ്മളതിനെ ഹൈ റിസ്ക് എന്ന് പറയും. സോ ആരൊക്കെയാണ് ഈ ഹൈ റിസ്ക് ഗ്രൂപ്പിൽ പെടുന്നത്? ഒന്ന്, പ്രായം. നമ്മുടെ പ്രായം അധികം ആകും തോറും ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. രണ്ടാമത്തേത് ഫാമിലി ഹിസ്റ്ററി മീൻസ് കുടുംബത്തിൽ അടുത്ത ബന്ധുക്കളായ സ്ത്രീകൾ, അതായത് അമ്മ, സഹോദരിമാർ
ഓർ പെൺമക്കൾ ഇവരിൽ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ അടുത്ത സ്ത്രീകൾക്ക്, അതായത് അടുത്ത ബന്ധമുള്ള സ്ത്രീകൾക്ക് ക്യാൻസർ വരാനുള്ള റിസ്ക് കൂടുതലാണ്. ദെൻ ജനറ്റിക് മ്യൂട്ടേഷൻ, അതായത് ഈ ചില ബ്രസ്റ്റ് ക്യാൻസർ അസോസിയേറ്റഡ് ജീൻസ് ഉണ്ട്, BRC എന്നൊക്കെ പറയും. ഇത്തരം ജനറ്റിക് മ്യൂട്ടേഷൻസ് ഓൾറെഡി ഡയഗ്നോസ് ചെയ്ത ആൾക്കാർക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരു 70% റിസ്ക് ഉണ്ട് ക്യാൻസർ വരാൻ. പിന്നീടുള്ളത് നമ്മൾ ഹോർമോൺ ഫാക്ടേഴ്സ് എന്ന് പറയും. അതായത് നാളുകളോളം മാറിൽ ഓർ ബ്രസ്റ്റിൽ ഹോർമോൺ എക്സ്പോഷർ ഉണ്ടെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ആർത്തവ വിരാമം ഒരു 55 വയസ്സിന് ശേഷം സംഭവിക്കുക, ഓർ മെനാർക്കി, ഈ ആർത്തവത്തിൻ്റെ തുടക്കം 10 വയസ്സിന് മുന്നേ സംഭവിക്കുക. ഇങ്ങനെ വരുമ്പോൾ ത്രൂ ഔട്ട് ഒരു ഏകദേശം 40 വർഷത്തോളം ബ്രസ്റ്റിൽ ഹോർമോൺ എക്സ്പോഷർ വരും. സോ ഇതും ഒരു പരിധിവരെ ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് കൂട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സോ ഈ റിസ്ക് എല്ലാം നമുക്ക് അൺഅവോയ്ഡബിൾ ആണ്, ഇത് ജന്മനാ തന്നെ സംഭവിക്കുന്നതാണ്. പക്ഷേ ദർ ആർ സർട്ടൺ അതർ റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ ദർ ആർ വെരി ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടേഴ്സ് വിച്ച് വി ക്യാൻ മോഡിഫൈ സോ ദാറ്റ് ക്യാൻസർ റിസ്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്ക് കുറയ്ക്കാവുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഒബീസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി. ഈ ഒബീസിറ്റി എസ്പെഷ്യലി മെനോപോസ്, ആർത്തവ വിരാമം കഴിഞ്ഞിട്ടുള്ള ഒബീസിറ്റി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടർ ഫോർ ബ്രസ്റ്റ് ക്യാൻസർ. സോ അതുകൊണ്ട് ഡയറ്റ് ശ്രദ്ധിക്കണം. ഡയറ്റ് എസ്പെഷ്യലി ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഹോൾ ഗ്രെയിൻസ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡയറ്റ്സ്, ഫാറ്റും റെഡ് മീറ്റും ഒക്കെ കുറച്ചിട്ടുള്ള ഡയറ്റ്, ഇതാണ് നമുക്കൊരു പ്രിവെൻറ്റീവായിട്ട് പറയാവുന്ന ഒരു കാര്യം. ഡയറ്റ് ശ്രദ്ധിക്കുക, ഒബീസിറ്റി അവോയ്ഡ് ചെയ്യുക. പിന്നെ ആൽക്കഹോൾ, മദ്യപാനം, പുകവലി, ഈ വിധ ദുശീലങ്ങൾ, ഇതും അതുപോലെ ക്യാൻസർ റിസ്ക് കൂട്ടുന്ന ദുശീലങ്ങളാണ്. പിന്നീട് പറയാവുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഫിസിക്കൽ ആക്ടിവിറ്റി, നല്ല രീതിയിൽ എക്സസൈസ് ഓർ മറ്റ് പ്രവൃത്തികളിൽ എൻഗേജ് ചെയ്തിരിക്കുക, റാദർ ദാൻ ഒരു സെഡൻറ്ററി ലൈഫിനേക്കാളും നല്ലതായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻവോൾവ് ചെയ്യുന്ന തരം ലൈഫ് സ്റ്റൈൽസ്, ഇതെല്ലാം ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല, മറ്റ് പല അസുഖങ്ങൾക്കും മറ്റ് പല ക്യാൻസേഴ്സിനും ഈ ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ, ഡയറ്റ്, ആൽക്കഹോൾ, സ്മോക്കിംഗ്, അതേപോലെ ഒബീസിറ്റി, ഇതെല്ലാം മറ്റ് പല ക്യാൻസേഴ്സിൻ്റെയും റിസ്ക് നമുക്ക് കുറയ്ക്കും. അതേപോലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ഈസ് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ഇതുപോലെ നാളുകൾ എടുക്കുകയാണെങ്കിലും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ റിസ്ക് കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുടുംബത്തിൽ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ, അതേപോലെ ഈ ജനിതക വേരിയേഷൻസ് ഉള്ള കുടുംബത്തിൽ ഫാമിലി മെമ്പേഴ്സിൽ പെടുന്ന ആരെങ്കിലും ആണെങ്കിൽ, നമ്മൾ എന്താ പറയുക, പിന്നെ ഈ ഹോർമോൺ എക്സ്പോഷർ കൂടുതൽ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെയുള്ളതെന്ന് വെച്ചാൽ കുട്ടികളില്ലാത്ത അവസ്ഥ, ബ്രസ്റ്റ് ഫീഡ് ചെയ്യാത്ത അവസ്ഥ. ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാത്ത അവസ്ഥയിൽ ത്രൂ ഔട്ട് ഈ ഒരു 10-30 വർഷത്തോളം ബ്രസ്റ്റിൽ ഹോർമോൺ എക്സ്പോഷർ ഉണ്ടാവും. സോ അതുകൊണ്ട് അതും ഒരു റിസ്ക് ഫാക്ടറായിട്ട് കണക്കാക്കുന്നുണ്ട്. സോ നമുക്ക് ഈ ചേഞ്ച് ചെയ്യാൻ, ജീവിത ചര്യയിൽ വരുത്താൻ പറ്റാവുന്ന മാറ്റങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു പരിധിവരെ ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് കുറയ്ക്കാൻ പറ്റും.